അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പാല് ലിവർ പേഷ്യൻസിന് അല്ലെങ്കിൽ ഫാറ്റ് ലിവർ ഉള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലിവർ അസുഖങ്ങളുള്ളവർക്ക് കൊള്ളത്തില്ല. അങ്ങനെയുണ്ടോ? പിന്നെ റീസെൻ്റ്ലി ആദ്യം പാല് എല്ലാവരും കുടിക്കണമെന്ന് പറയും, ഇപ്പോൾ പറയും പാൽ ആരും കുടിക്കരുത്. ശരിക്കും ഇതിൻ്റെ പിന്നിൽ എന്താണ്? പാല് ഒരു നല്ല ആഹാരമാണ്, സമീകൃത ആഹാരമാണ്. പക്ഷെ പാല് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമുക്ക് കുട്ടിയായി നമ്മളെ അമ്മയുടെ മുലപ്പാൽ, കുട്ടികളുടെ ഈ പശുവിൻ്റെ പാല് തന്നെ പശുവിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. വളരുന്നതിനനുസരിച്ച് നമ്മുടെ പാല് ദഹിപ്പിക്കുന്നതായിട്ടുള്ള എൻസൈംസ് ഉണ്ട്, ലാക്ടേസ് എന്ന് പറഞ്ഞാൽ. ഈ ലാക്ടേസ് നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് ലാക്ടേസ് ഡെഫിഷ്യൻ്റ് ആയിട്ട് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലുതാവുന്നതിനനുസരിച്ച് നല്ലൊരു എനിക്കിപ്പം പാല് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഞാൻ പാല് കുടിക്കാൻ ഒരു 15 വയസ്സിന് ശേഷം ഞാൻ ഒരിക്കലും പാല് കുടിച്ചിട്ടില്ല. അപ്പോൾ പാല് കുടിച്ച് കഴിഞ്ഞാൽ ഈ ലാക്ടേസ് ഡെഫിഷ്യൻസി ഉള്ള ആളുകൾക്ക് ആ കഴിച്ച വയറ് ഭയങ്കരമായിട്ട് വീർക്കുകയും അബ്ഡോമിൻ്റെ അകത്ത് ഭയങ്കര സൗണ്ട് ഉണ്ടാകും. ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകേണ്ടി വരുന്ന അവസ്ഥ. അപ്പോൾ പാല് പലരെയും ബുദ്ധിമുട്ടുകളിലേക്കാക്കുകയാണ് ഈ ലാക്ടേസ് ഡെഫിഷ്യൻസി ഇല്ലാത്ത. ഞാൻ സ്ഥിരമായി പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻസിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പലരും വന്ന് എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് സാർ ഞാൻ പാല് കുടിച്ചോളൂ. ഞാൻ പാല് നിങ്ങൾ കുടിച്ച് ശീലിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ കുടിക്കുന്നത് തുടർന്നോളൂ. പക്ഷേ നിങ്ങൾ ഇതുവരെ കുടിക്കാത്ത ഒരാൾ മറ്റു അസുഖങ്ങൾ വരുന്നതിന് പാല് കുടിച്ച് നോക്കേണ്ട ആവശ്യങ്ങളില്ല. പിന്നെ പാലിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല ഫാറ്റ് കണ്ടൻറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം കുടിക്കാൻ. പിന്നെ പാല് ഇൻറ്റസ്റ്റൈനായിട്ടുള്ള ചില അസുഖങ്ങൾ വരുന്ന പേഷ്യൻസുകളുണ്ട്. ഇപ്പോൾ ഇൻഫ്ലമേറ്ററി ബൗൾ, അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ചില ഇറിറ്റബിൾ ബൗൾസ്, ഇൻറ്റസ്റ്റൈനൽ മോട്ടിന് ഇറിറ്റബിൾ, ഇത്തരം രോഗികളോട് ഞാൻ പലപ്പോഴും ഞങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ പറഞ്ഞ പലരും കൃത്യമായി പറയാറുണ്ട്, നിങ്ങൾ പാല് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കുന്നു. പാലിനോട് അങ്ങനെ ഒരു ബിഗ് നോ ഇല്ല. പാലങ്ങനെ ഭയങ്കര ഒരു ബെനിഫിഷ്യലായിട്ട് അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം പറയാനില്ല. പാലിൽ അത്യാവശ്യം കാലറികളൊക്കെ ഉണ്ട്. ഫാറ്റി ലിവറൊക്കെ ഉള്ള ആൾക്കാർ അതിനുള്ള കാലറികളും ഫാറ്റുകളും എല്ലാം കണക്കാക്കി കൊണ്ടുവേണം നമ്മൾ പാലിനെ അഡ്വൈസ് ചെയ്യുന്നത്.